കുറ്റ്യാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയുടെ ഒന്നാംഘട്ട പ്രചരണ പര്യടന പരിപാടിക്ക് ചെക്കോട്ടി ബസാറിൽ ഗംഭീരമായ തുടക്കം. പരിപാടി KC അബു ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് UDF പ്രവർത്തകർ ജാഥയെ സ്വീകരിച്ചു. കാവിലോട്, ചല്ലിവയൽ, മേമുണ്ട സ്കൂൾ പരിസരം, കുളത്തൂർ, പൊന്മേരി ബാലവാടി പരിസരം, കല്ലേരി, കുനിങ്ങാട്, മുതുവടത്തൂർ, വിലാത്തപുരം, മംഗലാട്, കീരിയങ്ങാടി, തണ്ണീർപന്തൽ തുടങ്ങിയ സ്വീകരണത്തിന് ശേഷം അരൂരിൽ ജാഥ സമാപിച്ചു. നമ്മുടെ പാലക്കാടിലെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരുടെയും ഹൃദയത്തിന്റെ അംഗീകാരം നൽകി വിജയിപ്പിക്കണമെന്ന് ഈ നാട് വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ അനിവാര്യമായ ഭരണമാക്കുന്നത് കുറ്റ്യാടി കൂടെ ഉണ്ടാവണം. കുറ്റ്യാടിയിലെ കാര്യങ്ങൾ ജനങ്ങൾക്ക് സമാധാനത്തോടുള്ള ജീവിതം കൂടെ കണക്കാക്കിയിട്ട് വേണം ഇത്തവണ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്താൻ. അപ്പൊ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു, ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഒരു സമരം നടത്തിയതിന്റെ പേരിൽ ബോംബെറിയ രാത്രി 12 മണിക്ക് ഒരു മാഷിനെയാണ് ബോംബെറിഞ്ഞ കേസിൽ അറസ്റ്റ് ചെയ്തത്. ആ പാർട്ടിയിൽ പോലും അത് അംഗീകരിക്കാത്ത പല ആളുകളുണ്ടെന്ന് അറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വോട്ട് കിട്ടുമെന്നുള്ള ധാരണ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വരാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഈ നാടിന്റെ സമാധാനത്തെ കരുതി അനിവാര്യമായ ഭരണമാറ്റം കുറ്റ്യാടിക്കുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെ കരുതി വികസനത്തെ കരുതി പാലക്കാടിലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അംഗീകാരം വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് വികസന പരിഗണിപ്പിക്കാൻ 2016 മുതൽ 2021 വരെ നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പിന്നീടുള്ള കാലയളവിൽ എന്താണ് സംഭവിച്ചത് എന്ന് ലക്ഷക്കോടികളിൽ മാത്രം കാണുന്ന വികസനമല്ലാതെ മറ്റൊരു വികസനവും നമ്മൾ കാണുന്നില്ല. ഒരു നേരത്തെ തുടങ്ങിവെച്ച പദ്ധതികളൊക്കെ തന്നെ നമുക്ക് പൂർത്തീകരിക്കാനും ഒപ്പം കേരളം UDF ഭരിക്കും. അങ്ങനെ വരുമ്പോൾ കുറ്റ്യാടിയിൽ നിങ്ങളുടെ സഹകരണത്തോടെ UDF-ന്റെ MLA ഉണ്ടാകും. അങ്ങനെ UDF MLA കുറ്റ്യാടിയിൽ ഉണ്ടാകുകയും കേരളത്തിൽ ഒരു ഭരണമാറ്റം വരികയും ചെയ്താൽ ഈ പ്രദേശം കുറ്റ്യാടി നിയോജക മണ്ഡലം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വികസന പെരുമഴയ്ക്ക് നേതൃത്വം നൽകാൻ നമുക്ക് സാധിക്കും.